നമ്മൾ രാവിലെ പറഞ്ഞത് എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം ഒരു സൈക്ലിക് ഗ്രൂപ്പ് സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ എലമെന്റ് വെച്ച് ജനറേറ്റ് ചെയ്യുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ് അല്ലെ? സൈക്ലിക് സബ് ഗ്രൂപ്പിന്റെ ഡെഫിനേഷൻ നമ്മൾ ആദ്യം പറഞ്ഞു. എന്നിട്ട് നമ്മൾ സൈക്ലിക് സബ് ഗ്രൂപ്പിന്റെ എക്സാമ്പിൾസ് Z12 കേസിൽ നമുക്ക് ജനറേറ്റഡ് ബൈ 2 എന്ന് പറയുന്ന ഒരു സൈക്ലിക് സബ് ഗ്രൂപ്പ് ആണ് കണ്ടു. 1 വെച്ച് ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ Z12 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ Z12 തന്നെ ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ് കണ്ടു. പിന്നെ നമ്മൾ കുറെ എക്സാമ്പിൾസ് പിന്നെ നമ്മൾ കണ്ട Z4 ആണ്. Z4ന്റെ കേസിൽ 1 ഉം 3 ഉം ജനറേറ്റേഴ്സ് ആണ്. അപ്പൊ Z4 ഇസ് എ സൈക്ലിക് ഗ്രൂപ്പ് ആണ്. 2 വെച്ച് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സബ് ഗ്രൂപ്പ് ആണ്. അപ്പൊ സൈക്ലിക് ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് Z4 ആണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ക്ലെയിൻഫോർ ഗ്രൂപ്പ് സൈക്ലിക് അല്ല എന്ന് നമ്മൾ കണ്ടു. സൈക്ലിക് അല്ലാത്ത ഒരു ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ ആണ് ക്ലെയിൻഫോർ ഗ്രൂപ്പ്. കാരണം അതിന്റെ അകത്തെ ഏത് എലമെന്റ് വെച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ഫുൾ സെറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് ക്ലെയിൻഫോർ ഗ്രൂപ്പ് സൈക്ലിക് അല്ല എന്ന് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ Z അണ്ടർ അഡീഷൻ എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ്. ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പിന് ഒരു എക്സാമ്പിൾ ആണ് Z അണ്ടർ അഡീഷൻ. അതിന് രണ്ട് സബ് ഗ്രൂപ്പുകളുണ്ട്. അതിന് സബ് ഗ്രൂപ്പ് അല്ല, രണ്ട് ജനറേറ്റേഴ്സ് ഉണ്ട്, 1 ഉം -1 ഉം. അത് നമ്മൾ കണ്ടതാണ്. ഇസഡിന് 1 ഉം ജനറേറ്റർ ആണ്, -1 ഉം ജനറേറ്റർ ആണ്. അതുപോലെ തന്നെ ഇസഡിന്റെ സൈക്ലിക് സബ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഓരോ നമ്പറിന്റെ NZ ആണ്. ഇപ്പൊ n=1 വരുമ്പോൾ അത് Z തന്നെ. n=2 എടുക്കുവാണെങ്കിൽ 2Z is a cyclic subgroup of അല്ലെ. NZ is equal to നമ്മൾ 2Z എന്ന് പറഞ്ഞാൽ എല്ലാ മൾട്ടിപ്പിൾസ് ഓഫ് 2. അത് ആക്ച്വലി എന്താണ്? 2 വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ഇസഡിന്റെ ഒരു സബ് ഗ്രൂപ്പാണ്. അപ്പൊ ഇസഡ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് ഇസ് എ ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ആണ്. അതൊരു നമ്മൾ 2 എടുക്കുവാണെങ്കിൽ 2 ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ 2 വെച്ച് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 2 ആണ് വരുന്നത്. അതൊരു സബ് ഗ്രൂപ്പ് ഓഫ് ഇസഡ് ആണ്. അപ്പൊ 2Z അല്ലെങ്കിൽ 2 സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2 എന്ന് പറയുന്ന ഒരു സബ് ഗ്രൂപ്പ് ഓഫ് ഇസഡ് ആണ്. ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾസ് ഓഫ് 2 ആണ്. അതുപോലെ 4 എടുക്കുമ്പോഴും എന്താ? മൾട്ടിപ്പിൾസ് ഓഫ് 4 ആണ് വരുന്നത്. അപ്പൊ മൾട്ടിപ്പിൾസ് ഓഫ് 4 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 2ന്റെ അകത്ത് എന്തായാലും വരും. അപ്പൊ 4Z is a സബ് ഗ്രൂപ്പ് ഓഫ് 2Z എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ 8Z എടുക്കുവാണെങ്കിൽ 8Z is a സബ് ഗ്രൂപ്പ് ഓഫ് 4Z ആണ്. 8Z എന്ന് പറയുന്നത് 4Zന്റെ അകത്ത് കിടക്കും, which contains in 2Z, which is contained in Z. അപ്പൊ അങ്ങനെ നമുക്ക് പല രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് Z ഒരു സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ആണ്. അപ്പൊ 1 ഉം -1 ഉം ആണ് അതിന്റെ ജനറേറ്റേഴ്സ്. അല്ലാത്ത ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും അത് വെച്ചിട്ട് നമുക്ക് ഒരു സബ് ഗ്രൂപ്പ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം 2 എടുത്താൽ 2 സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2 കിട്ടും. 3 എടുത്ത് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 3 കിട്ടും. 4 എടുത്ത സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 4 കിട്ടും. അപ്പൊ നമ്മളിവിടെ കാണിച്ച എക്സാമ്പിൾ 2ന്റെയും 4ന്റെയും എടുത്തു. 3ഉം 6ഉം രാവിലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പൊ 3ഉം 6ഉം എടുക്കുമ്പോൾ ആക്ച്വലി എന്താണ് അവിടെ സംഭവിക്കുന്നത്? 3യുടെ മൾട്ടിപ്പിൾസ് ആണ് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 3 വരുന്നത്. സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 6 എന്ന് പറയുമ്പോഴത്തേക്കും 6ന്റെ മൾട്ടിപ്പിൾസ് ആണ് വരുന്നത്. അപ്പൊ 6ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം 3യുടെ മൾട്ടിപ്പിൾസിനകത്ത് വരും. അതുകൊണ്ട് 6Z is a സബ് ഗ്രൂപ്പ് ഓഫ് 3Z എന്ന് പറയും. അതുപോലെ തന്നെ 4Z എടുക്കുമ്പോൾ 4Z is a സബ് ഗ്രൂപ്പ് ഓഫ് 2Z. 8Z എടുത്താൽ 8Z is a സബ് ഗ്രൂപ്പ് ഓഫ് 4Z ആണ്, which is a സബ് ഗ്രൂപ്പ് ഓഫ് 2Z. അപ്പം NZ ജനറലി നമ്മൾ പറയുമ്പോൾ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ N എന്ന് പറയുന്നത് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ N എന്ന് പറയുന്നത് NZ ആയിരിക്കും. N എന്ന് പറയുന്നത് NZ ആയിരിക്കും. അതാണ് നമ്മൾ രാവിലെ കണ്ട കാര്യങ്ങൾ. ഇനി ഒരു എക്സാമ്പിളിനോട് പറഞ്ഞിട്ട് നമുക്ക് സൈക്ലിക് ഗ്രൂപ്പിന്റെ ഒക്കെ പ്രോപ്പർട്ടീസിലോട്ട് പോകാം. അപ്പൊ ലാസ്റ്റ് എക്സാമ്പിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് N എലമെന്റ് ഓഫ് Z+ ആണെങ്കിൽ Zn അണ്ടർ അഡീഷൻ ആണ്. അപ്പൊ നമ്മൾ ജനറലി പറയുമ്പോൾ Zn അണ്ടർ അഡീഷൻ. ഒരു മിനിറ്റ്. ജനറലി നമ്മൾ പറയുവാണെങ്കിൽ Zn അണ്ടർ അഡീഷൻ മോഡുലോ N, അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ. നമ്മൾ Z4 നമ്മൾ അഡീഷൻ മോഡുലോ 4 കണ്ടു. Z4 നമ്മൾ ഇന്ന് രാവിലെ കണ്ടതായതുകൊണ്ട് ഞാൻ Z4 എഴുതാണ്. അതുപോലെ തന്നെ Z12 നമ്മൾ രാവിലെ കണ്ടതാണ് അഡീഷൻ മോഡുലോ 12 വെച്ചിട്ട്. ഇത് രണ്ട് നമ്മൾ കണ്ട എക്സാമ്പിൾസ്. അവിടെ നമ്മൾ കണ്ടതാണ് Z4ന്റെ കേസിൽ നമ്മൾ ഇന്ന് രാവിലെ ചെയ്ത പ്രോബ്ലം ആണ്. 1 ഉം 3 ഉം അതിന്റെ ജനറേറ്റേഴ്സ് ആണ് കണ്ടു. അതുപോലെ തന്നെ 12ന്റെ കേസിൽ നമ്മൾ 1, 5, 7, 11 ഒക്കെ ഇതിന്റെ അതായത് 12 ആയിട്ട് കോമൺ മൾട്ടിപ്പിൾസ് ഒന്നും ഇല്ലാത്തതല്ല അതിന്റെ ജനറേറ്റേഴ്സ് ആണ്. അപ്പൊ 1 ഉം 5 ഉം 7 ഉം 11 ഉം Z12ന്റെ ജനറേറ്റേഴ്സ് ആണ് നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ ജനറലി പറയുവാണെങ്കിൽ Zn എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പ്, അതിൽ പ്രൂഫ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. Zn എന്ന് പറയുന്നത് ഒരു N പോസിറ്റീവ് ഇന്റിജർ ആണെങ്കിൽ Zn is a cyclic group with addition modulo N as operation. എന്നിട്ട്
ഇസഡിന്റെ എന്തായാലും 1ഉം n-1 എല്ലാ ഇസഡിനുകൾക്കും 1ഉം n-1ഉം ജനറേറ്റേഴ്സ് ആണ്. ബാക്കി ജനറേറ്റേഴ്സും ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ Z4ന്റെ കേസ് നമ്മൾ കണ്ടു 1ഉം 4-1 3ഉം ജനറേറ്റേഴ്സ് ആണ്. 12ന്റെ കേസിൽ 1ഉം ജനറേറ്റർ ആണ്, 11ഉം ജനറേറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ജനറേറ്റേഴ്സ് ആണ് പറയാൻ പറ്റും. അപ്പൊ അതല്ലാത്ത ജനറേറ്റേഴ്സും ഉണ്ട്, പക്ഷെ ഉറപ്പായിട്ടും നമുക്ക് പറയാവുന്ന രണ്ട് ഇസഡൻ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ജനറേറ്റേഴ്സ് എന്തായാലും കാണും, 1ഉം n-1. ഇപ്പൊ Z4 ആണെങ്കിൽ 1ഉം 3ഉം അതിന്റെ ജനറേറ്റേഴ്സ് ആണ്. Z12 ആണെങ്കിൽ 1ഉം 11ഉം അതിന്റെ ജനറേറ്റേഴ്സ് ആണ് വരുന്നത്. അപ്പൊ 1ഉം 11ഉം ജനറേറ്റേഴ്സ് ആണ്, അതല്ലാതെ ജനറേറ്റേഴ്സും അതിനുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ Z5 എടുത്തു, Z5 അണ്ടർ അഡീഷൻ മോഡുലോ 5. അപ്പൊ നമുക്കറിയാം 1 എടുത്താൽ ജനറേറ്റഡ് ബൈ 1 എന്ന് പറയുമ്പോൾ 1 ഉണ്ട്, 1 + 1 2, 3 4, 4 + 1 5 0 ആണ്. ഇനി സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2 എടുത്താൽ 2 എടുക്കുമ്പോൾ 2 + 2 4 വരണം, 4 + 2 1 വരണം. ഇനി 4 + 1 5 0. ഇനി 2 + 1 3. ഓക്കെ, 2 വെച്ച് അപ്പം 1ഉം 4ഉം മാത്രമല്ല ജനറേറ്റ് ചെയ്തത്, 5 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് അതിന്റെ എല്ലാ നമ്പേഴ്സും ജനറേറ്റ്. 3 എടുത്താൽ ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടും. 3 എടുക്കുമ്പോൾ 3 ഉണ്ട്, 6 എന്ന് പറയുന്നത് 1 ആണ്, 3 + 3 1, 1 + 3 4, 4 + 1 5. ഇനി 4 + 1 4 + 4 8, 8 എന്ന് പറയുമ്പോൾ 3 ആണ്, 3 + 4 7 എന്ന് പറയുമ്പോൾ 2 ആണ്, എല്ലാം വന്നു. അതുപോലെ 4 എടുക്കുമ്പോഴും അത് തന്നെ വരും, 4 8 എന്ന് പറയുമ്പോൾ 3 ആണ്, 4 + 3 7 2 ആണ്, 2 + 3 5 ആണ്. ഇനി 4 + 2 6 എന്ന് പറയുമ്പോൾ 1 വരും. അപ്പോൾ അതിൻ്റെ അകത്തും അതായത് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പം Z5ൻ്റെ അകത്തെ 1ഉം 2ഉം 3ഉം 4ഉം എല്ലാം അതിന്റെ ജനറേറ്റേഴ്സ്. അത് പ്രൈം നമ്പർ ആയതുകൊണ്ടാണ്. പക്ഷെ 6 ആണ് എടുക്കുന്നതെങ്കിൽ എല്ലാം ജനറേറ്റേഴ്സ്. പ്രൈം നമ്പർ വരുമ്പോൾ അതിന് കോമൺ ഫാക്ടേഴ്സ് ശരിക്കും പറഞ്ഞാൽ ജനറലി നമ്മൾ പറയുമ്പോൾ ഇസഡൻ എന്ന് പറയുന്നതിന് 1ഉം n-1ഉം ആണ് നമ്മൾ പറയുന്നതെങ്കിലും ആക്ച്വലി എന്താ n-ആയിട്ട് കോമൺ ഫാക്ടർ ഇല്ലാത്ത എല്ലാ എലമെന്റുകളും അതിന്റെ ജനറേറ്റേഴ്സ് ആയിരിക്കും. ഇപ്പൊ Z6 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ Z6ന്റെ അത് 0 തൊട്ട് 5 വരെയുള്ള എലമെന്റുകളാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് 1 ഒരു ജനറേറ്റർ ആണ്, 5 ഒരു ജനറേറ്റർ ആണ്. പക്ഷെ 2ഉം 3ഉം 4ഉം ജനറേറ്റേഴ്സ് അല്ല. കാരണം 2ന് 6ഉമായിട്ട് 2 എന്നുള്ള കോമൺ ഫാക്ടർ ഉണ്ട്, 3ക്കും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, 4ന് 2 എന്നുള്ള കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പൊ ഇവിടെ Z6ന് 1ഉം 5ഉം മാത്രമേ ജനറേറ്റർ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ 2 ആണ് എടുക്കുന്നതെങ്കിൽ 2 ഉള്ളപ്പം 4 ഉണ്ട്, 4 ഉള്ളപ്പം 0 ഉണ്ട്, ഇത് മാത്രമേ വരുള്ളൂ. 3 ആണ് എടുക്കുന്നതെങ്കിൽ 3ഉം 0ഉം മാത്രമേ ഉള്ളൂ. 4 ആണ് എടുക്കുന്നതെങ്കിൽ സെയിം ആണ് വരുന്നത്, 2 4 0. അപ്പൊ ഇതെല്ലാം സൈക്ലിക് സബ് ഗ്രൂപ്പുകളാണ്. Z6ന് 2ഉം 3ഉം 4ഉം സൈക്ലിക് സബ് ഗ്രൂപ്പ് ആണ്. പക്ഷെ 1ഉം 5ഉം ഈ Z6നെ തന്നെ ജനറേറ്റ് ചെയ്യും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ജനറലി നമ്മൾ പറയുമ്പോൾ Zn അഡീഷൻ മോഡുലോ n വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ 1ഉം n-1ഉം അതിന്റെ ജനറേറ്റേഴ്സ് ആണ്.